أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. اللهم صل على سيدنا نور واهله. اللهم صل على سيد الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت خيلتي أدركني يا رسول الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين والحمد لله رب العالمين. العاقبة للمتقين. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ സഫർ മാസം നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഹബീബിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി റബീഇൻ്റെ പുണ്യങ്ങൾ നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബിൻ്റെ മദ്ഹുകൾ ചൊല്ലി മൗലൂദുകൾ പാരായണം ചെയ്ത് ഹബീബിൻ്റെ ഹുബ്ബ് പിൻപറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹബീബിനെ സ്നേഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എന്തെല്ലാം പ്രയാസത്തിലാണോ അകപ്പെട്ടിരിക്കുന്നത്, ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല എത്രയും പെട്ടെന്ന് നീക്കിത്തന്ന് സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാവട്ടെ. ഓരോന്നോരോന്ന് എടുത്തു പറയാൻ സമയമില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓരോരോ പ്രശ്നങ്ങൾക്കും ഓരോരോ രോഗങ്ങൾക്കും കാരണങ്ങളാണ്, മരുന്നുകളാണ്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് യാതന വേദനകൾ സഹിച്ച പ്രവാചകരാണ് ഈ ഉമ്മത്തിന് വേണ്ടി. അത്രയൊന്നും നമ്മക്കാർക്കും അള്ളാഹു നൽകിയിട്ടില്ല. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എല്ലാം അള്ളാഹുവിലേക്ക് നമുക്ക് വരമേൽപ്പിക്കാം.
ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ നമുക്ക് വേണ്ടി കരുതി വെച്ച ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ കവാടം നമുക്ക് തുറന്നു തരും ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടി നമ്മൾ അല്ലാഹുവിലേക്ക് ഇബാദത്തുകൾ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിച്ചുകൊണ്ട് അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദൊക്കെ ചൊല്ലി അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹുവിന് ഇഷ്ടമുള്ളവരെ അവൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നമ്മൾ എത്രത്തോളം അവനോട് ഹുബ്ബ് വെക്കുന്നുണ്ട്, അവൻ പറഞ്ഞതനുസരിച്ച് നടക്കുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്നുള്ളത് അവൻ നമ്മളെ പരീക്ഷിക്കുകയാണ്. അതുകൊണ്ട് അവനിലേക്ക് നമ്മൾ പരമാവധി നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ദിക്റുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും അതുപോലെ അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും അതുപോലെ ഹദ്ദാദൊക്കെ ചൊല്ലി നല്ല നല്ല ദാനധർമ്മങ്ങൾ ചെയ്ത് ഇബാദത്തുകൾ ചെയ്ത് ഫർളും സുന്നത്തൊക്കെ ധാരാളം നമസ്കരിച്ചുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കുക, പ്രാർത്ഥിക്കുക, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. തഹജ്ജുദിനെ എണീച്ച് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കൊരു വഴി തുറന്നു തരും ഇൻഷാ അല്ലാഹ്. തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് 10 പ്രാവശ്യം അസ്മാഉൽ ഹുസ്ന നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരും, എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരും ഇൻഷാ അല്ലാഹ്. ഉറപ്പാണ്. നമ്മൾക്കൊന്നും തഹജ്ജുദ് നിസ്കരിക്കാൻ എണീക്കാൻ സമയമില്ല. പലരും നല്ല കിടന്നുറക്കത്തിലാണ്. എണീച്ച് നിസ്കരിച്ചുകൊണ്ട് 40 ദിവസം നിങ്ങൾ തഹജ്ജുദ് എണീച്ചുകൊണ്ട് ഈ അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം ചൊല്ലി അതിന് ശേഷം ഒരു ദുആ ഉണ്ട്. ആ ദുആ കൂടി ചൊല്ലിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും ഇൻഷാ അല്ലാഹ്. ദുആ ചെറിയ ഒരു ദുആ മാത്രമാണ്. ആ ദുആ ആവശ്യമുള്ളവർ അങ്ങനെ 10 പ്രാവശ്യം തഹജ്ജുദ് നിസ്കരിച്ച് അസ്മാഉൽ ഹുസ്ന 10 പ്രാവശ്യം ചൊല്ലി ആ ദുആ ചെയ്യുമെന്ന് ഉറപ്പുള്ളവർ ദുആ വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ തീർച്ചയായും ഹാസിലാകും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങളെക്കുറിച്ചാണ്. ഇന്ന് പറയാൻ പോകുന്നത് യാ ഖഹാറു യാ അല്ലാഹ് എന്ന ഇസ്മിനെ കുറിച്ചാണ്. ആ ഇസ്മിൻ്റെ മഹത്വങ്ങൾ എന്താണ്? മനസ്സിൽ നിന്ന് ദുനിയാവിനോടുള്ള ഹുബ്ബ് നീങ്ങുകയും കൽബിൽ അല്ലാഹുവിലേക്കുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും. ഇത് ധാരാളമായി ചൊല്ലുന്നവർക്ക് ശത്രുവിനെ കീഴടക്കാനുള്ള കഴിവ് പ്രകടമാകുകയും അക്രമിയെ ഒതുക്കാൻ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അസ്തമിക്കുന്ന അർദ്ധരാത്രിയിലും ഇങ്ങനെ ചൊല്ലുക. യാ ഖഹാർ യാ അല്ലാഹ് എന്ന ഇസ്മുണ്ടല്ലോ, ആ ഇസ്മിൻ്റെ മഹത്വമാണ് ഈ പറഞ്ഞത്. മനസ്സിൽ നിന്ന് ദുന്യാവിനോടുള്ള ഹുബ്ബുണ്ടല്ലോ, ആ ദുന്യാവിനോടുള്ള ഹുബ്ബ് അങ്ങോട്ട് നീങ്ങുകയും കൽബിൽ അല്ലാഹുവിനോടുള്ള ചിന്ത വർദ്ധിക്കുകയും ചെയ്യും. ഇത് ധാരാളമായി ചൊല്ലുന്നവർക്ക് ശത്രുവിനെ കീഴടക്കാനുള്ള കഴിവ് പ്രകടമാകുകയും അക്രമിയെ ഒതുക്കാൻ സൂര്യൻ ഉദിക്കുന്ന സമയത്തും അർദ്ധരാത്രിയിലും ഇങ്ങനെ ചൊല്ലുക. എങ്ങനെ ചൊല്ലുക? യാ ജബ്ബാർ യാ ഖഹാർ യാദൽ ബത്ഷി ശദീദ് എന്ന് 100 തവണ ചൊല്ലുക. ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുക.
ഹുദ് ഹക്കി മിമ്മൻ വലംനി വഅദ അലയ്യ. അക്രമിയിൽ നിന്ന് എൻ്റെ ഹക്ക് നീ വാങ്ങിത്തരിക. അപ്പം എന്താണ് ഈ ഇസ്മ യാ ഖഹാറു യാ അല്ലാഹ് എന്നുള്ളത്? അപ്പോൾ നമുക്കൊക്കെ ധാരാളം പൈസകൾ കിട്ടാനുണ്ട്. നമ്മൾ കടം കൊടുത്തത്, അതുപോലെ പാർട്ണർഷിപ്പ് കൂടിയുണ്ട്, ആ പൈസ കിട്ടാനുണ്ട്. നമ്മൾ ചോദിക്കുമ്പോൾ ദേഷ്യം പിടിക്കുന്നുണ്ട്, ചീത്ത പറയുന്നുണ്ട്, ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നം വരികയാണെങ്കിൽ ഈ ഇസ്മിനെ ധാരാളം ചൊല്ലുക. എന്നിട്ട് യാ ജബ്ബാറു യാ ഖഹാറു യാ ദൽ ബത്ശി ശദീദ് ഇങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ഈ ദുആ ചെയ്യുക. ഹുദ് ഹക്കി മിമ്മൻ വലംനി വഅദ അലയ്യ. ഈ ദുആ അങ്ങോട്ട് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. എൻ്റെ ഹക്ക്, എൻ്റെ അക്രമിയിൽ നിന്ന് എൻ്റെ ഹക്ക് നീ വാങ്ങിത്തരിക എന്ന് അള്ളാഹുവിനോട് നമ്മൾ എന്താണ് ദുആ ചെയ്യുക. ഒക്കെ ഇതിന് പറ്റിയ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും ഒരു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. ഇത് ഇന്നൊരു ഒറ്റ ഇസ്മ മാത്രം പറയുന്നുള്ളൂ. വല്ലാത്ത തലവേദനയും എല്ലാം ഉള്ളതുകൊണ്ട്, യാത്ര ചെയ്തു വന്ന ക്ഷീണവും എല്ലാം ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. കച്ചവടത്തിൽ ഖൈറും ബർക്കത്തൊക്കെ ഉണ്ടാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ ഇന്നലെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കച്ചവടത്തിൽ, എല്ലാവരുടെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ വിസയുടെ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ഇക്കാമ പുതുക്കി കിട്ടാതെ ഇക്കാമയുടെ പ്രശ്നമായിക്കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അതൊക്കെ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. റഹ്മാനുർ റഹീമീനായ റബ്ബേ, രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്തെല്ലാം പ്രയാസങ്ങൾ, ടെൻഷനുകളൊക്കെ അനുഭവിക്കുന്നുണ്ടോ അവരുടെയൊക്കെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാണുന്ന കേൾക്കുന്ന റഹ്മാനായ റബ്ബേ, എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പലരും പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ട്. മക്കളില്ലാത്തത്, വിവാഹം ശരിയാവാത്തത്. റഹ്മാനായ റബ്ബേ, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന അവസ്മാനമുള്ള പൊന്നുമോളുടെ രോഗം റഹ്മാനായ റബ്ബേ എല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. ഭർത്താക്കന്മാർ സ്വാലിഹത്തായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കളെ നീ നൽകണേ അല്ലാഹ്. ഉള്ള മക്കൾ റബ്ബേ നീ ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ റബ്ബേ, ഞങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അവിടെ ഖബറുകളൊക്കെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കന്മാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരന്മാർ, ജ്യേഷ്ഠാനുജന്മാർ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദീനിന് ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, പലരുടെയും ഉദ്ദേശങ്ങൾ റഹ്മാനായ റബ്ബേ, ഒരുപാട് ടെൻഷനുകൾ അനുഭവിക്കുന്നവരുണ്ട്. അവിടെയൊക്കെ ടെൻഷനുകളൊക്കെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഖൈർ നീ കൊടുക്കണേ അല്ലാഹ്. സമാധാനം നീ കൊടുക്കണേ അല്ലാഹ്. വിജയം നീ കൊടുക്കണേ അല്ലാഹ്. ഷെഹറന്മാരുടെ ഷെഹറിനെ തൊട്ട്, കണ്ണന്മാരുടെ കണിയെ തൊട്ട്, വൈബന്മാരുടെ വൈബിനെ തൊട്ട്, അസൂയക്കാരുടെ അസൂയെ തൊട്ട്, നമീമത്തിനെ തൊട്ട്, ഫത്താനികളുടെ ഫിത്നയെ തൊട്ട് കാവല് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇന്ന് സഹോദരി വിളിച്ചുകൊണ്ട് കഴുത്തിൻ്റെ കീഴ്പ്പെട്ട് അരവരെ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞുകൊണ്ടൊരു സഹോദരി വിളിച്ചിരുന്നു. റഹ്മാനായ റബ്ബേ, ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
റഹ്മാനായ റബ്ബേ മരുന്ന് കുടിക്കുമ്പോൾ കുറച്ച് സുഖമുണ്ടാകുമെന്ന് പറഞ്ഞു. റഹ്മാനായ റബ്ബേ എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. ആ സഹോദരിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് നിനക്കറിയാമല്ലോ അല്ലാ. റഹ്മാനായ റബ്ബേ ആ സഹോദരി രോഗം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ ആ സഹോദരിക്ക് വന്ന രോഗങ്ങൾ എന്താണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും റബ്ബേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ ഓരോരുത്തരെ വിളിച്ചു പറയാനുള്ള സമയം ഇല്ല അല്ലാ. നിനക്കറിയാമല്ലോ എന്നോട് പറഞ്ഞ ആളുകളുടെ ഉദ്ദേശങ്ങളും മുറാദുകളൊക്കെ. റഹ്മാനായ റബ്ബേ നീ തീർത്തു കൊടുക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഈ മജ്ലിസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അതുപോലെ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യും. എൻ്റെ മരണം വരെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.